ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം, ദശകം 22, അജാമിളോപാഖ്യാനം. അജാമിളന്റെ കഥയാണ് ഈ ദശകത്തിൽ പറയുന്നത്. മനുഷ്യന്റെ മനസ്സിലെ നന്മയും തിന്മയും തമ്മിൽ സദാ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. നന്മ എന്ന് വെച്ചാൽ ധർമ്മം, തിന്മ എന്ന് വെച്ചാൽ പാപം. പാപം ചെയ്യാനുള്ള ഒരു തോന്നലും ധർമ്മം പ്രവർത്തിക്കാനുള്ള ഒരു തോന്നലും, ഇവ തമ്മിൽ ഒരു പോരാട്ടം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതിൽ തിന്മ പരാജയപ്പെടണം, പാപം ചെയ്യാനുള്ള തോന്നൽ ഇല്ലാതാവണം, ധർമ്മം പ്രവർത്തിക്കാനുള്ള തോന്നൽ വിജയിക്കണം, അതായത് നന്മ വിജയിക്കണം. അതിന് മനസ്സ് ഭക്തിയിൽ ഉറക്കേണ്ട ആവശ്യത ഉണ്ട്. അപ്പൊ മനസ്സിൽ ഭക്തി ഉറച്ചാൽ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നന്മ വിജയിക്കുകയുള്ളൂ. തിന്മയാകുന്ന പാപം ചെയ്യാനുള്ള ആ ചിന്തകൾ, ആ തോന്നലുകൾ ഇല്ലാതാവുകയുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഭക്തിയോഗം എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമായിട്ട്, ഇത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അതിനുള്ള ഒരു നല്ല ഉദാഹരണമായിട്ടാണ് അജാമിളന്റെ കഥ ഇവിടെ പറയുന്നത്. ശ്ലോകം 1. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗ്രഹാശ്രമീ ഗുരോർഗിരാ കാനനമീത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. അജാമിളഃ നാമ മഹീസുരഃ പുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗ്രഹാശ്രമീ ഗുരോഃ ഗിരാ കാനനം ഏത്യ ദൃഷ്ടവാൻ സുധൃഷ്ടശീലാം കുലടാം മദാകുലാം. ഹേ വിഭോ, ഇവിടെ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. മേൽപ്പത്തൂര്, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, പുരാ പണ്ട്, ഗൃഹാശ്രമി അതായത് ഒരു ഗൃഹസ്ഥനും എന്ന് വെച്ചാൽ കുടുംബമുണ്ട്, അച്ഛൻ അമ്മ ഭാര്യ എന്നിങ്ങനെ കുടുംബമുള്ള ഒരാളാണ് ഒരു ഗൃഹസ്ഥാശ്രമിയും. ധർമ്മപഥാൻ ചരൻ, ധാർമ്മികമായ മാർഗത്തിലൂടെ മാത്രം ജീവിക്കുന്ന തികച്ചും ധാർമ്മികനുമായ അജാമിളഃ നാമ, അജാമിളൻ എന്ന പേരുള്ള മഹീസുര, ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അവൻ ഒരു ദിവസം ഗുരോഹോ ഗിര, ഗുരു, അവന്റെ ഗുരുവായിരിക്കുന്നത് അവന്റെ പിതാവ് തന്നെയാണ്. അപ്പൊ ഗുരുസ്ഥാനത്തുള്ള അച്ഛന്റെ ഗിര വാക്കുകൾ കേട്ട് കാനനം ഏത്യ, വനത്തിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് സുധൃഷ്ടശീലാം എന്ന് വെച്ചാൽ എന്തു ചെയ്യാനും ഒരു കൂസലില്ലാത്തവളും, മദാകുലാം മതം കൊണ്ട് മതിമറന്നവളുമായ കുലടാം ഒരു വേശ്യാ സ്ത്രീയെ ദൃഷ്ടവാൻ അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്, അജാമിളന്റെ കഥ. ആദ്യം തന്നെ ഭഗവാനെ വിളിക്കുകയാണ്, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, പണ്ട് തികച്ചും ഗൃഹസ്ഥാശ്രമിയും ധർമ്മിഷ്ഠനുമായിട്ടുള്ള അജാമിളൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരു ആയിരിക്കുന്നത് സ്വന്തം പിതാവ് തന്നെയാണ്. അങ്ങനെ തൻ്റെ പിതാവിൻ്റെ വാക്കു കേട്ട് യാഗം ചെയ്യുന്നതിനാവശ്യമായ ദർഭപ്പുല്ല്, ചമത മുതലായവ ശേഖരിക്കുന്നതിന് വേണ്ടി വനത്തിലേക്ക് ഒരു ദിവസം പോയി. അവിടെ വെച്ച് അദ്ദേഹം എന്തു ചെയ്യാനും ഒരു കൂസലില്ലാത്ത, മതം കൊണ്ട് മതിമറന്നവളുമായ ഒരു വേശ്യാ സ്ത്രീ മറ്റൊരാളുമായിട്ട് രമിക്കുന്ന ഒരു കാഴ്ച ആ വനത്തിൽ വെച്ച് അജാമിളൻ കണ്ടു. ശ്ലോകം 2. സ്വതപ്രശാന്തോപി തഥാ ഹൃദാശയാ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർ ദദൗ ഭവൻ നാമയുധേ സുധേരതി. സ്വതഃ പ്രശാന്തഃ അപി തഥാ ആഹൃത ആശയഃ സ്വധർമ്മം ഉത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദദൗ ഭവൻ നാമയുധേ സുധേ രതീം. അപ്പോ ആ വേശ്യാസ്ത്രീയെ കണ്ടപ്പോൾ അജാമിളന്റെ മനസ്സ് പതറിപ്പോയി. അതാണ് ഇവിടെ പറയുന്നത്. സ്വതഃ, സ്വതവേ,
പ്രശാന്തഃ അഭി, പ്രശാന്തമായ മനസ്സുള്ളവൻ ആണെങ്കിൽ പോലും, അതായത് വളരെ ശാന്ത സ്വഭാവം, വളരെ സത്യസന്ധനും ധർമ്മിഷ്ഠനും ആണെങ്കിൽ പോലും, സഹ ആ അജാമിളൻ തഥാഹൃത ആശയ എന്നാൽ ആ വേശ്യ സ്ത്രീയിൽ വശീകൃതനായിട്ട്, അതായത് അവളുടെ ചേഷ്ടകൾ കണ്ട് അവളിൽ വശീകരിക്കപ്പെട്ടിട്ട്, സ്വധർമ്മം ഉത്സൃജ്യ, സ്വധർമ്മത്തെ മറന്നു കൈവിട്ടു, എന്നിട്ട് തയാ സമാരമൻ, അവളോടുകൂടി ഉല്ലസിച്ച്, അധർമ്മകാരി, അധർമ്മം ആചരിച്ച് ജീവിച്ചു. ദശമീഭവൻ, അതായത് പിന്നീട് അവളിൽ 10 മക്കൾ ഉള്ളവനായി ഭവിച്ചിട്ട് വാർദ്ധക്യം ബാധിച്ചപ്പോൾ, പുനഃ പിന്നീട്, ഭവൻ നാമയുതേ സുതേ, അവളിലുണ്ടായ 10 മക്കളിൽ ഏറ്റവും ഇളയ മകന് ഭഗവാനെ അവിടുത്തെ നാമമാണ് കൊടുത്തത്. അപ്പോൾ അവിടുത്തെ നാമമുള്ള ആ ഇളയ മകനിൽ, സുതേ ഇളയ മകനിൽ, രതിം ദദൗ, കൂടുതൽ പ്രിയമുള്ളവനായി തീർന്നു, കൂടുതൽ ഇഷ്ടമുള്ളവനായി തീർന്നു എന്നാണ് പറയുന്നത്. അതായത് അജാമിളൻ കാട്ടിലേക്ക് ദർഭപ്പുല്ല് ശേഖരിക്കാൻ ചെന്നപ്പോൾ ആ വേശ്യാസ്ത്രീയുടെ ചേഷ്ടകൾ കണ്ട് അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു, വശീകരിക്കപ്പെട്ട മനസ്സാണ്. അതുവരെ വളരെ പ്രശാന്തമായ ചിത്തത്തോടു കൂടിയവനായിരുന്നെങ്കിലും ആ ഒരൊറ്റ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പതറിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിത്തീർന്ന അദ്ദേഹം താൻ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, ഇതൊക്കെ മറന്നിട്ട്, അതാണ് ആ സ്വധർമ്മത്തെ കൈവിട്ടു ഉപേക്ഷിച്ചിട്ട് അവളോടുകൂടി, ആ വേശ്യസ്ത്രീയോടുകൂടി രമിച്ച് ഉല്ലസിച്ച് അധർമ്മം പ്രവർത്തിച്ച് പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാലം അവളോടൊപ്പം ജീവിച്ചു. അതിനുശേഷം അവളിൽ ഈ അജാമിളന് 10 മക്കൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ വാർദ്ധക്യം വരികയും ചെയ്തു. അപ്പൊ അത്രയും കാലം അവളോടൊപ്പം സ്വന്തം കുടുംബവും അല്ലെങ്കിൽ ആ സ്വധർമ്മം ഒക്കെ മറന്നിട്ട് അവിടെ ജീവിച്ചു. 10 മക്കൾ ഉണ്ടായി, വാർദ്ധക്യം ബാധിച്ചു വന്നു. ഈ സമയത്ത് തൻ്റെ മക്കളിൽ ഏറ്റവും ഇളയ പുത്രന് അദ്ദേഹം ഭഗവാന്റെ നാമമാണ് ഇട്ടത്, നാരായണ എന്ന നാമമാണ് ഇട്ടത്. അപ്പോൾ ആ ഭഗവാന്റെ നാമമുള്ള ഇളയ മകനിൽ കൂടുതൽ പ്രിയമുള്ളവനായി തീർന്നു എന്ന്. അതായത് പ്രായമായി ശക്തി ക്ഷയിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇളയ പുത്രന് നാരായണ എന്നാണ് നാമം. അപ്പൊ സദാ അവനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അവനോട് അവന്റെ പേര് വിളിച്ച് നാരായണ എന്ന നാമം വിളിച്ചുകൊണ്ടാണ് വാർദ്ധക്യകാലം അജാമിളൻ കഴിച്ചുകൂട്ടിയത് എന്നാണ് പറയുന്നത്. ശ്ലോകം 3. സമൃത്യുകാലേ യമരാജകിങ്കരാം ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാ മനാക്തുസ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. സഹ മൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീൻ അഭിലക്ഷയൻ ഭിയാ പുരാ മനാക് ത്വത് സ്മൃതി വാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. സഹ അയാൾ അജാമിളൻ മൃത്യുകാലേ മരിക്കാറായി. അപ്പൊ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞു. ആ സ്ത്രീയോടൊപ്പം അവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞു. അദ്ദേഹത്തിന് വയസ്സായി മരിക്കാറായപ്പോൾ ഭയങ്കര ആകൃതിയുള്ള 3 യമരാജ കിങ്കരാൻ, യമരാജന്റെ കിങ്കരന്മാരെ അഭിലക്ഷയൻ കണ്ടിട്ട് ഭിയാ പേടിച്ചു വിറച്ചു. അദ്ദേഹം മരിക്കാറായി. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന മരണം അടുത്തു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ഭയങ്കര ആകൃതിയുള്ള യമരാജ കിങ്കരന്മാരെ കണ്ടിട്ട് അദ്ദേഹം പേടിച്ചു. പുരാ, ഈ സമയത്ത് പുരാ എന്ന് വെച്ചാൽ പണ്ട്, മനാക്ക് കുറച്ച്, ത്വത് സ്മൃതി വാസനാബലാത്ത് ഭഗവത് സ്മരണ ഉണ്ടായിരുന്നത് കൊണ്ടുണ്ടായ വാസനാബലത്താൽ, അതായത് പണ്ട് ഈ വനത്തിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് അദ്ദേഹം അത്രയ്ക്കും ധർമ്മിഷ്ഠനും സത്യസന്ധനും ഈശ്വരഭക്തനുമായിരുന്നു. അന്ന് ഭഗവത് സ്മരണ സദാ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ പണ്ട് കുറച്ചൊക്കെ മനസ്സിൽ ഭഗവത് സ്മരണ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു വാസനാബലത്താൽ നാരായണ നാമകം, നാരായണൻ എന്നു പേരുള്ള മകനെ, സുതം മകനെ, ജുഹാവ പേരെടുത്തു വിളിച്ചു എന്ന്. അപ്പൊ ഭയന്നു, മരിക്കാറായി എന്ന് മനസ്സിലായി. അപ്പോ യമകിങ്കരന്മാരെ കണ്ടപ്പോ ഭയന്നു.
അപ്പോ തൻ്റെ മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഇളയ പുത്രനെ വിട്ടുപിരിഞ്ഞു പോവുകയാണല്ലോ എന്ന് ഓർത്തപ്പോൾ ഈശ്വരനെ അല്ല അദ്ദേഹം സ്മരിച്ചത്, മകനെ പിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു വിഷമം അത് വന്നപ്പോൾ തൻ്റെ ഇളയ പുത്രന്റെ നാമം നാരായണൻ എന്നാണല്ലോ. അപ്പോ ഏതോ ഒരു പണ്ടത്തെ ആ ഒരു ഈശ്വരസ്മരണ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം, ആ ഒരു വാസനയുടെ ശക്തി കൊണ്ടായിരിക്കാം ആ സമയത്ത്, മരിക്കാറായ സമയത്ത് അദ്ദേഹത്തിന് നാരായണ 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 എന്ന് വിളിക്കാൻ തോന്നിയത്. അദ്ദേഹം മകനെയാണ് വിളിച്ചത്, മകനെ വിട്ടു പോവുകയാണല്ലോ എന്ന വിഷമം കൊണ്ടും യമകിങ്കരന്മാരെ കണ്ട് ഭയന്നിട്ട് മകനെ അടുത്തേക്ക് വിളിച്ചതാണ്. പക്ഷേ ആ നാമം തന്നെ വിളിക്കാൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നിച്ചത് പണ്ട് അദ്ദേഹം ഭക്തനായിരുന്നു. ആ ഒരു ഭഗവത് സ്മരണ പണ്ട് കുറച്ചെങ്കിലും മനസ്സിൽ ഉണ്ടായിരുന്നതിൻ്റെ ശക്തി കൊണ്ട്, വാസന കൊണ്ടായിരിക്കാം അവസാന സമയം നാരായണ എന്ന നാമം മാത്രം വിളിക്കാനായിട്ട് അദ്ദേഹത്തിന് തോന്നിച്ചത് എന്ന് മേൽപ്പത്തൂര് പറയുകയാണ്. ശ്ലോകം 4. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയനാമാക്ഷരമാത്രവൈഭവാത് പുരോ ബിഭേദോർഭവദീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോരമാ. ദുരാശയസ്യ അഭി തദാസ്യ തദാ അസ്യ നിർഗത തദാ ആസ്യ നിർഗത ത്വദീയ നാമാക്ഷര മാത്ര വൈഭവാത് പുരഃ അഭിപേദുഃ ഭവദീയ പാർഷദാഃ ചതുർഭുജാഃ പീതപടാ മനോരമാഃ. ദുരാശയസ്യ അഭി എന്ന് വെച്ചാൽ ഒരു ദുർബുദ്ധിയുള്ളവനാണെങ്കിൽ പോലും, കുറേ കാലമായിട്ട് അധർമ്മം പ്രവർത്തിക്കുന്നവനാണെങ്കിൽ പോലും, അസ്യ ആ അജാമിളന്റെ പുരഹ, പുരഹ എന്ന് വെച്ചാൽ മുൻഭാഗത്ത്. അപ്പൊ അജാമിളന്റെ മുന്നിലെ യമകിങ്കരന്മാർ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അജാമിളനും യമകിങ്കരന്മാർക്കും ഇടയിലായിട്ട്, ഇവർ രണ്ടു കൂട്ടരുടെ ഇടയിലായിട്ട് അജാമിളന്റെ മുന്നിലായിട്ട് തഥാ ആസ്യ, അതായത് അജാമിളന്റെ അവന്റെ ആസ്യ വായിൽ നിന്നും നിർഗതഃ പുറപ്പെട്ട ത്വദീയ നാമാക്ഷര മാത്ര വൈഭവാത്, ഭഗവാനെ നിന്തിരുവടിയുടെ തിരുനാമങ്ങളുടെ ആ മാഹാത്മ്യം ഒന്നുകൊണ്ട് മാത്രം, ചതുർഭുജഃ നാല് കൈകളും, പീതപട മഞ്ഞപ്പട്ടും, മനോരമ മനോഹരാകൃതിയുമുള്ള, ഭവദീയ പാർഷദ നിന്തിരുവടിയുടെ ഭഗവാന്റെ ദൂതന്മാർ പാർഷദന്മാർ, അഭിപേദുഹോ പെട്ടെന്ന് അവിടെ ആവിർഭവിച്ചു, പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് അജാമിളൻ അങ്ങനെ യമകിങ്കരന്മാരെയൊക്കെ കണ്ട് മരിക്കാറായി എന്ന് മനസ്സിലായപ്പോൾ നാരായണ എന്ന സ്വന്തം പുത്രനെ വിളിച്ചിങ്ങനെ നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കെ, കുറേ കാലമായിട്ട് അധർമ്മം പ്രവർത്തിച്ച് ദുർബുദ്ധിയായിട്ട് ജീവിച്ചവനാണെങ്കിൽ പോലും അതിനു മുൻപ്, ഒരുപാട് കാലം മുൻപ് അജാമിളൻ ധർമ്മിഷ്ഠനായിരുന്നു, സത്യസന്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്തെ ഭഗവത് സ്മരണയുടെ കുറച്ചെങ്കിലും വാസന ഉള്ളിലുള്ളത് കൊണ്ട് അജാമിളന്റെ മുൻഭാഗത്തായിട്ട്, അതായത് അജാമിളനും യമകിങ്കരന്മാരുടെയും ഇടയ്ക്ക്, ഇവരുടെ രണ്ടു കൂട്ടരുടെയും ഇടയിലായിട്ട് അജാമിളൻ അവസാന സമയം വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന നാമം നിർഗമിക്കുന്നത് നാരായണ നാരായണ എന്ന മന്ത്രമാണ്. സ്വന്തം പുത്രനെ ആണെങ്കിലും ഭഗവാന്റെ നാമമാണ് വിളിക്കുന്നത്. ആ നാരായണ എന്ന തിരുനാമത്തിന്റെ ആ നാമത്തിന്റെ വൈഭവം, മാഹാത്മ്യം ഒന്നുകൊണ്ട് മാത്രം അജാമിളന്റെ മുന്നിൽ യമകിങ്കരന്മാരുടെ ഇടയിലായിട്ട് നാല് കൈകളും മഞ്ഞപ്പട്ടുടയാടയും മനോഹരാകൃതിയുമുള്ള ഭഗവാന്റെ പാർഷദന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു, അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ പാർഷദന്മാർ, ഭഗവാന്റെ അതേ ശരീരം അതേ രൂപത്തോടു കൂടിയവരാണ് ഭഗവാന്റെ പാർഷദന്മാർ, വൈകുണ്ഠവാസികളായിട്ടുള്ള ഭഗവാന്റെ പാർഷദന്മാർ. അവര് അവിടെ അജാമിളന്റെ മുന്നിൽ എത്തിച്ചേർന്നു. ശ്ലോകം 5. അമും ച സംപാശ്യ വികർഷദോ ബഡാ വിമുഞ്ചതേത്യാരുരുദുബലാദമീ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തഥാ തദീയ പാപം നിഖിലം ന്യവേദയൻ. അമും ച സംപാശ്യ
വികർഷതഃ ഭടാൻ വിമുഞ്ചത ഇതി ആരുരുധു ബലാദ് അമീ നിവാരിതാഃ തേ ച ഭവജ്ജനൈഃ തദാ തദീയപാപം നിഖിലം ന്യവേദയൻ. അമും ച, ആ അജാമിളനെ, അപ്പോൾ യമകിങ്കരന്മാർക്കും അജാമിളനും ഇടയിൽ ഭഗവാന്റെ പാർഷദന്മാരും എത്തിച്ചേർന്നു. ഈ സമയത്ത് അമും ച, അജാമിളനെ സംപാശ്യ വികർഷതഃ, കയറിട്ട് കെട്ടി വലിച്ച് ഇഴയ്ക്കുന്ന ഭടാൻ, ആ ഭടന്മാരെ, വിമുഞ്ചത ഇതി, അവനെ വിടുവിൻ എന്നിങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ട്, അമീ, അവർ, ആ ഭഗവാന്റെ പാർഷദർ, ബലാത് ആരുരൂതു, ബലമായി അതിനെ തടഞ്ഞു എന്ന്. അപ്പൊ അജാമിളനെ കയറിട്ട് കെട്ടി വലിച്ചു കൊണ്ടുപോവാൻ നോക്കുകയാണ് യമകിങ്കരന്മാര്. ഈ സമയത്ത് ഭഗവാന്റെ പാർഷദന്മാർ അവനെ വിടൂ എന്ന് ഉറക്കെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ആ ശ്രമത്തെ, യമകിങ്കരന്മാരുടെ ആ പരിശ്രമത്തെ ബലമായി തടഞ്ഞു എന്ന്. തഥാ, അപ്പോൾ ഭവജ്ജനൈ, നിന്തിരുവടിയുടെ ആ ദൂതന്മാരാൽ, നിവാരിതാഹ, തടയപ്പെട്ട, തേച്ച, ആ യമഭടന്മാരാകട്ടെ, നിഖിലം തദീയ പാപം, അവൻ ചെയ്തു വെച്ച പാപം മുഴുവൻ, നിവേദയൻ, ആ പാർഷദന്മാരെ അറിയിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ആ യമകിങ്കരന്മാര് അജാമിളനെ കൊണ്ടുപോകാനാണ് വന്നത്. അപ്പോ അവൻ ചെയ്ത പാപത്തിന്റെ കണക്കൊക്കെ അവരുടെ കയ്യിലുണ്ട്. അത് വെച്ച് അവര് കയറിട്ട് അജാമിളനെ കെട്ടി വലിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാണ്. ആ സമയം ഭഗവാന്റെ പാർഷദന്മാർ അതിനെ തടഞ്ഞുകൊണ്ട് ഉറക്കെ ശക്തിയായിട്ട് അവനെ വിടൂ എന്ന് വിളിച്ചു പറഞ്ഞു. ഈ സമയം ഭഗവാന്റെ ദൂതന്മാരാൽ തടസ്സപ്പെട്ടപ്പോൾ ഈ യമകിങ്കരന്മാർ, അല്ല, ഞങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകണം, ഇവൻ ഇത്രമാത്രം പാപങ്ങൾ ചെയ്തവനാണ് എന്ന് ഭഗവാന്റെ പാർഷദന്മാരെ അറിയിച്ചു എന്നാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം പറയുന്നത്. ഇതിന്റെ ബാക്കി നമുക്കിനി അടുത്ത ആഴ്ചയിൽ അറിയാം.